Circus, powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ? ഗൾഫിൽ നിന്ന് വന്നാ? അതെ. ഹലോ. നല്ല മധുരമുള്ള മിഠായ കേട്ടോ. അതെ ചേട്ടാ, മിഠായി കഴിച്ചോണ്ട് ഊന്നല്ലേ കുഴലിന്റെ ഇടയ്ക്ക് പോകും. അതെ, എക്സ്ക്യൂസ് മീ. പഞ്ചാര ഉണ്ടോ? എനിക്കില്ല. എനിക്കുണ്ട്. അത് ചേട്ടനെ കണ്ടപ്പോ മനസ്സിലായി. താങ്ക്സ്. അതല്ല, എന്താ ഇവിടെ? അൽ ശശി മുബാറക് ദുബായ് ഹവായ് കൂത്താളം പേര്. അതൊക്കെ എന്താ ഇവിടെ? ഇവിടെ എന്താണോ എന്റെ ഗതികേടിന് 2 വർഷം മുമ്പാണ് ഒരു ഗുണ്ടക്കെതിരെ സാക്ഷി പറഞ്ഞു. അവനെ പേടിച്ച് ഞാൻ ഗൾഫിൽ പോയി. ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട്. എന്നെ തല്ലാതെ അവൻ ചെരുപ്പിടില്ലെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് നടക്കുക. അതൊക്കെ ഇവിടെ എന്താ ചേട്ടാ? ഇവിടെ എന്താ? ഇവിടെ ആണെങ്കിൽ ഈ തലക്കിടിച്ച് തേങ്ങ പൊട്ടിക്കുക, കമ്പി ഒളിക്കുക കഴുത്തുകൊണ്ട്, അങ്ങനത്തെ കുറച്ച് ഗംഭന്മാരെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അവരുടെ സേഫ്റ്റിക്ക് ഞാൻ അവിടെ നിന്നോളാം. ഇവിടെയാണ് വിളിച്ചിരിക്കാനൊരു സൗകര്യം ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചേ? നമ്മുടെ ഫ്ലോറിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നവര് നിങ്ങൾക്ക് വേണ്ടി കൊട്ടേഷന് വരുന്നോ? അവര് നിങ്ങളുടെ ഗുണ്ടകളാണെന്നാണോ വിചാരിച്ചേ? മനോഹരമായ മുടി, മനോഹരമായ കണ്ണ്, മനോഹരമായ കവിള്, നല്ല ഡ്രസ്, മനോഹരമായ ഒരു മനസ്സുണ്ടാവും കരുതി. അല്ല, എന്താ പറഞ്ഞ ചേട്ടാ? അല്ല, മനോഹരമായ മുടി, മനോഹരമായ മൂക്ക്, മനോഹരമായ കവിള് ഉള്ള ഒരാൾക്ക് മനോഹരമായ ഒരു മനസ്സുണ്ട്. കണ്ണിനെ പറ്റി മനോഹരമായ കണ്ണ്, പിന്നെ മനോഹരമായ ചുണ്ട്. ഓഹോ. അല്ല, ചേട്ടന്റെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തന്നെ വേണമെങ്കിൽ ചേട്ടന് കൊട്ടേഷൻ വരും. ആണോ? അതല്ല ചേട്ടാ, ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ, ഇപ്പൊ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ചല്ലേ, ഞാൻ വേണമെങ്കിൽ അവരോടൊന്ന് റെക്കമെൻഡ് ചെയ്ത് നോക്കാം ചേട്ടന് വേണ്ടിട്ട്. അത് വേണം, എനിക്ക് രക്ഷപ്പെടണം. കാരണം അവനെ പേടിച്ച ഞാൻ ഇതിന്റെ അകത്ത് വന്നത്. പിന്നെ എന്തൊരു കഷ്ടപ്പാടാന്നറിയോ? എവിടെ? ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടിട്ടാണ് ദുബായി ഗൾഫിൽ പോയി. അവിടെയും ഭയങ്കര കഷ്ടപ്പാടാ. ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ ഇതൊക്കെ കൂടെ വീഡിയോ എടുത്ത് ചേട്ടന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടായിരുന്നില്ലേ? നിക്കറിടാൻ നേരെയല്ല, പിന്നെ പോസ്റ്റ് ഇടാൻ പോണേ. ശരി. അല്ല, ചേട്ടൻ ഏത് വിസയിലാ പോയത്? കൊരങ്ങൻ വിസ. മരത്തെ കയറി കാവറിക്ക താഴെ ഇറങ്ങുക, അതാണല്ലോ കൊരങ്ങൻ വിസ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അറബിയുടെ ഡ്രൈവറായി. അറബിയുടെ ഡ്രൈവറായോ? ചേട്ടന്റെ ഒരു ഭാഗ്യം. അപ്പൊ ദുബായ് ഫുൾ കറങ്ങി കണ്ടിട്ടുണ്ടോ? ദുബായ് ഫുൾ കറങ്ങി കണ്ടിട്ടുണ്ട്. ബാത്റൂം, അത് കഴിഞ്ഞ് നേരെ ബെഡ്റൂം, പിന്നെ ബാത്റൂം. അതെന്ത് വണ്ടി? വീൽ ചെയർ താന്ന് കിടക്കണ അറബിയായിരുന്നു, ഡ്രൈവറായിരുന്നു. പിന്നെ എനിക്ക് മറ്റേ ഒരു വലിയൊരു ഹോട്ടലിൽ ജോലി, ഷെറാട്ടൺ. പിന്നെ ഞാൻ വിശ്വസിക്കില്ല. ഞാനവിടെ ഭയങ്കരമായിട്ട് ജോലി ചെയ്തല്ലേ. എന്താ തെളിവെന്താ? തെളിവോ? അവിടുത്തെ മാനേജറുടെ മൊബൈലാ. മാനേജറുടെ തെളിവ് വേണം. ബെസ്റ്റ് ടീമാണല്ലോ. അല്ല, അവിടെ ഇപ്പൊ ഈ മഴയൊക്കെ എങ്ങനെയാ? മഴയൊക്കെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ, എങ്ങനെ? മോളിൽ നിന്ന് താഴോട്ട്. അതല്ല ചേട്ടാ, മഴയൊക്കെ പെയ്യുന്നുണ്ടോ ഇപ്പൊ അവിടെ? മഴയൊക്കെ ഉണ്ട്, നല്ല മഴയുണ്ട്. എങ്ങനെയൊക്കെ ആയാലും എന്നാ, ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് വിറ്റുപോയ എന്റെ വീട് സ്ഥലം ഞാൻ തിരിച്ചിടും. അതെ, എങ്ങനെ ചേട്ടാ വീട് സ്ഥലമൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഗൾഫിന് പോകാനായിട്ട് എന്റെ വീട് സ്ഥലം വിറ്റിട്ട് ഒരു 5 ലക്ഷം രൂപ കൊണ്ടാണ് ഞാൻ പോയത്. തിരിച്ചു വന്ന് 8 ലക്ഷം രൂപയ്ക്ക് ഞാനത് തിരിച്ചെടുത്തു. ചേട്ടനെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? വീട് സ്ഥലം വിറ്റ് ഗൾഫിൽ പോയി, എന്നിട്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വീണ്ടും ആ വീട് സ്ഥലം എനിക്ക് വന്ന് കിടക്കണ്ടേ? അല്ല, എന്നാ പിന്നെ എന്തിനാ ചേട്ടൻ ഇത്ര റിസ്ക് ഒക്കെ എടുത്ത് അയാൾക്കെതിരെ സാക്ഷി പറയാൻ പോയെ? എന്താന്നോ, സാക്ഷി പറഞ്ഞില്ലേ പോലീസുകാരിടിക്കും, സാക്ഷി പറഞ്ഞാൽ ഗുണ്ടയിടിക്കും. ഇതെല്ലാം പേടിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കാനായിട്ട് ഞാൻ അറബി നാട്ടിൽ ചെന്നപ്പോ അറബിയുടെ ഇടി. അറബി ഭാഷയൊക്കെ അറിയോ? ഇടി മേടിക്കുന്ന എന്താണ് അറബി ഭാഷ അറിയണോ? പക്ഷെ അറബി ഇടിച്ചിട്ട് 1 ഇഞ്ച് പോലും ഞാൻ പുറകോട്ട് പോയില്ല. അതാണ് ചേട്ടാ മലയാളികളുടെ ധൈര്യം. 1 അടി പോലും ചേട്ടൻ പുറകോട്ട് പോയില്ല. ധൈര്യം ഉണ്ടായിട്ടല്ല, മതിലെ ചാരി വെച്ച് ഇടിച്ച എങ്ങോട്ട് പോകും? ചേട്ടാ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ നേരായി. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരുന്നോ? നല്ല മുടിയാണ്. അത് ശരിയാണ്. പിന്നെ നല്ല മൂക്ക്, നല്ല കവളൊക്കെ ഉണ്ട്. ഞാനുണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്യാൻ ചേട്ടാ, ഞാൻ അവരോടൊന്ന് പറഞ്ഞു നോക്കാം. പിന്നെ പോ ചേട്ടാ, ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. ചേട്ടൻ ഇപ്പൊ അവിടെ എങ്ങാൻ പോയിരിക്കും. ശരി 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 ശരി. നല്ല മുടിയുണ്ട്. ശരി, സമ്മതിച്ചു. ആള് കാണാൻ നല്ല സ്മാർട്ടാ. ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. എന്താ ചെയ്യാല്ലേ, ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആ ചേട്ടന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അതിന് പക്ഷെ ഒരാൾ മിസ്സിംഗ് ഉണ്ട് അല്ലേ? നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്താലോ? സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട കലേഷ് ചേട്ടനെ ഈ വേദിയിലേക്ക്. ഗുഡ് ഈവനിങ്. സ്വാഗതം കലേഷ് ചേട്ടാ.
എന്താണ്, എവിടെയായിരുന്നു ഇത്ര നേരം? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. വെള്ള കവറുമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വന്നു. ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞുതരാം അതിന്റെ വിശേഷങ്ങളൊക്കെ. അല്ല, ഞാൻ എന്തോ ഏണിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. പോയിട്ട് വരാന്ന് വിചാരിച്ചു. എന്തായാലും സംഭവം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കപ്പോ ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ടൈം ആയിരിക്കും. അടിപൊളി സെലിബ്രിറ്റി ഗസ്റ്റുകളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാ എപ്പിസോഡിലും നമ്മുടെ കൂടെ സൂപ്പർ ആണ്, പക്ഷെ ഇന്ന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള 2 സെലിബ്രിറ്റി ഗസ്റ്റുകളാണ്. ഒന്ന്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമുക്ക് ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് മുഖവരകളൊന്നും ആവശ്യമില്ല. നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമാണ്. മാജിക്കും ചെയ്യുന്നുണ്ട് കുറേശ്ശെ. കോമഡി ചെയ്യുന്ന ആളാണോ? അതെ, തെസ്നി ഖാൻ. യെസ്. പിന്നെ തെസ്നി ഖാനെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പഴയ കാലത്തെ മാജിക്കിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു അലി ഖാൻ. അദ്ദേഹത്തിന്റെ മകളാണ്. അപ്പൊ ശരിക്കും ഈ വേദിയിലേക്ക് അനുയോജ്യയായ അതിഥി തന്നെയാണ് എത്തുന്നത്. പിന്നെ ആരാ? പിന്നെ ഉള്ള നമ്മുടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാലതാരമായി മലയാള സിനിമയിലേക്ക് എത്തിയതാണ്. അപ്പോൾ തന്നെ നമ്മുടെ മലയാളി പ്രേക്ഷകരുടെയൊക്കെ മനസ്സ് കീഴടക്കി ഇപ്പൊ നായികയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മാളവിക. This is Grand Magical Circus powered by Kandam Kulati Kunguma Chandanati Fairness Oil and Amrita Bindu. Poster ke jungle mein glamour ke തെസ്നി ഖാൻ, മാളവിക ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. This is Grand Magical Circus powered by Kandam Kulati Kunguma Chandanati Fairness Oil and Amrita Bindu. നമുക്ക് 2 കിടിലം സെലിബ്രിറ്റി ഗസ്റ്റുകളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്, അല്ലേ കലേഷ് ചേട്ടാ? അതെ. തെസ്നി ഖാൻ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന് എനിക്ക് തോന്നുന്നു ഏറ്റവും പറ്റിയ അതിഥിയാണ് തെസ്നി ഖാൻ. കാരണം അലി ഖാൻ സാറ് 50 വർഷത്തോളം മാജിക്കിലെ മുടിചൂടാ മന്നനായിരുന്നു, അല്ലേ? അദ്ദേഹം ഇപ്പോഴും ഇല്ല. പക്ഷേ മകളിലൂടെ ആ മാജിക്കുകൾ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും TV ചാനലിലൊക്കെ. അഭിനേത്രി എന്നതിന് പുറമെ മജീഷ്യന്റെ മോളാന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും പറയും എന്തെങ്കിലും ഒരു ട്രിക്ക് കാണിക്കുന്നു പറയും. അതിന് വേണ്ടി കുറച്ചൊക്കെ ചെറുതൊക്കെ ആയിട്ട് അറിയാമെന്നല്ലാതെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ മെയിൻ അസിസ്റ്റന്റ് ആയിരുന്നു അതുകൊണ്ട്. സാറിന്റെ കൂടെ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. സാറിന്റെ കൂടെയുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? എന്തൊക്കെ ആക്ടുകളാണെന്ന് സാറ് ചെയ്തിരുന്നത്? എൻ്റെ ഒപ്പിച്ചൊരു എന്താ പറയാ, ഒരു വാഴക്കുന്ന് നമ്പൂതിരിയുടെ ശിഷ്യനായിരുന്നു എൻ്റെ ഫാദർ. അപ്പം 50 വർഷത്തോളം കേരളത്തിന് പുറത്തും ഒക്കെ മാജിക് ആയിരുന്നു. ഞങ്ങളൊരു മാജിക് കുടുംബമാണ്. എൻ്റെ സിസ്റ്റർ, ഞാൻ, മമ്മി, ഞങ്ങളൊക്കെ അസിസ്റ്റൻസാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഞാൻ ഒരു കൊച്ചാകുമ്പോൾ, അതായത് നഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ വാളിൻ്റെ മുകളിൽ ഹിപ്നോട്ടിസം ചെയ്ത് 3 വാള് വെച്ചു. അതിൻ്റെ മുകളിൽ ഹിപ്നോട്ടിസം ചെയ്ത് കിടത്തി 2 വാള് മാറ്റി തടസ്സമില്ല എന്ന് കാണിക്കും. പിന്നെ വായുവിൽ കിടക്കുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെയ്തു. എൻ്റെ മമ്മിയുടെ ഹിപ്നോട്ടിസം, അത് ബ്ലഡ് സർക്കുലേഷൻ നിർത്തി കഴിഞ്ഞതിൻ്റെ ശേഷം മമ്മി ഹിപ്നോട്ടിസം ചെയ്തിട്ട് നാവ്, പെണ്ണുങ്ങൾക്ക് ഏറ്റവും ദോഷം നാവാന്ന് പറഞ്ഞിട്ട് നാവ് എടുത്തിട്ട് അത് മുറിച്ച് പ്ലേറ്റിലാക്കി ഓഡിയൻസിന് കാണിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറോ മെഡിക്കൽ സംബന്ധമായ ആരെങ്കിലും ഉണ്ടാവും, ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സുമാരോ അല്ലെങ്കിൽ മെഡിക്കൽ പഠിക്കുന്ന കുട്ടികളോ ആരെങ്കിലും ഓഡിയൻസിൽ ആരെങ്കിലും ഇല്ലാതിരിക്കില്ല. അവർക്ക് ഇത് ഒറിജിനൽ നാക്കാണെന്ന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ വീണ്ടും അത് ഫിറ്റ് ചെയ്ത് ഹിപ്നോട്ടിസം ചെയ്ത് ആൾ സംസാരിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ ഒരുപാട് കേരളത്തിന് പുറത്തൊക്കെ കുട്ടിക്കാലം മുതലേ സ്റ്റേജിൽ മെയിൻ അസിസ്റ്റന്റ് ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ജനിച്ചപ്പോൾ മുതൽ കലാകാരിയായിട്ട് മാറി. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അച്ഛനോടൊപ്പം പെർഫോം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അതിനുശേഷം സിനിമയിലേക്ക് പോയി. ഫസ്റ്റ് സിനിമയാണ് ഡെയ്സി പ്രതാപ് പോത്തന്റെ 89. അത് ശരി, അതിലാണ് വന്നത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് ചാനലുകളൊക്കെ ഒരുപാട് വന്നു തുടങ്ങി. അങ്ങനെയാണ് പിന്നെ സീരിയലൊക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നെ വീണ്ടും റീ എൻട്രി സിനിമയിലേക്ക്. ഒരുപാട് കോമഡി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതാ?
എനിക്ക് ഞാൻ ചെയ്യുന്ന വേഷങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ജനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്തതിൽ കാര്യസ്ഥനല്ല കുട്ടികൾക്ക് ഇഷ്ടമാണ്. കുറച്ച് മുതിർന്ന ഒരു 18, 19, 20 വയസ്സുള്ള ചെറുക്കന്മാർക്ക് ബ്യൂട്ടിഫുൾ ഇൻ ട്രിവാൻഡ്രം ലോഡ്ജൊക്കെയാണ് ഇഷ്ടം. ഓരോ കാറ്റഗറിപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി വളരെ ചെറുപ്പം മുതലേ ഇതുപോലെ സ്റ്റേജുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എത്തിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളോ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മൾ ഗസ്റ്റായിട്ട് ഒരുപാട് പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു മനസ്സുകൊണ്ട് കുറച്ചും കൂടിയും ഒരു ഇഷ്ടം തോന്നുന്നു. നമ്മൾ വളർന്നു വന്ന ആ മാജിക്കുള്ള ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാനും അതിലൊരു ഭാഗമാവാന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്താ എന്നെ വിളിക്കാൻ ലേറ്റായത്? അതാണ് എന്റെ ചോദ്യം അല്ലേ? അതാണ് എന്റെ ചോദ്യം. സാരമില്ല, അതിന് പകരം ഇനി വന്നുകൊണ്ടിരുന്നാ മതി. അല്ല, ഇനി ഒരുപാട് പ്രാവശ്യം നമ്മൾ വിളിക്കും. അല്ല, മാജിക് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇന്റർനാഷണൽ ആർട്ടാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പഠിച്ചു കഴിഞ്ഞ് അതിന്റെ പ്രസന്റേഷനാണ് ഏറ്റവും വലുത്. പിന്നെ അതിന്റെ സീക്രറ്റ്സ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പോയിട്ടോ അത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമ്മൾ പഠിക്കുമ്പോഴേ നമ്മുടെ ഗുരുക്കന്മാർ പറയും ഇതിന്റെ സൈഡ് ആർക്കും പറഞ്ഞുകൊണ്ട്. ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മജീഷ്യന്മാരുണ്ട്. അപ്പം ഇതിന്റെ രഹസ്യം പുറത്തു പോയാൽ മാജിക് പോയി. രഹസ്യം പുറത്തു പോവാതെ കാണിച്ച് അത്ഭുതപ്പെടുത്തുന്നതാണ് മാജിക്. നമ്മുടെ അടുത്ത ഗസ്റ്റ് നമ്മുടെ സുന്ദരിക്കുട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കറുത്ത പക്ഷികൾ എന്ന സിനിമയിലൂടെ വന്ന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ബാലതാരമായിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പോ ബാലതാരമല്ല, വളർന്ന് വലുതായി നായികയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജോർജേട്ടൻ സ്പൂരം സിനിമ ലാസ്റ്റ് സിനിമ ജോർജേട്ടൻ സ്പൂരമായിരുന്നു. പറയൂ, വിശേഷങ്ങളൊക്കെ പറയും. അതെ, അമൃത ചാനലിൽ വരുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഞാൻ പഠിച്ചത് അമൃത സ്കൂളിലാണ്. ഞാൻ ആദ്യമായിട്ടൊരു ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് അമൃത ചാനലിൽ തന്നെ. LKG പഠിക്കുമ്പോൾ കൃഷ്ണകൃപാസാഗരം പറഞ്ഞിട്ടുള്ള രാജസേന അങ്കിളുടെ ഒരു ഷോയിലാണ്, ലൈക്ക് സീരിയലിലാണ് ഞാൻ ആദ്യമായിട്ട് നിൽക്കുന്നത്. സോ എപ്പോഴും അമൃത ചാനൽ ഇസ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്. പറഞ്ഞില്ല. മാളവിക ചെറുപ്പത്തിൽ സർക്കസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? പോയിട്ട് സർക്കസ് ഒക്കെ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. ഭയങ്കര ലൈക്ക് നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ മാജിക് എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഏതൊരു പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മാജിക്, സർക്കസ് അങ്ങനത്തെ ഒക്കെ പറയാം. അപ്പോൾ പല ഷോസിലും പോയിട്ടുണ്ടെങ്കിലും ഇതൊരു കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് എന്ന് അറിയാനുള്ളൊരു ത്രില്ലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഗസ്റ്റുകളെ ഒരുപാട് നേരം ഇവിടെ നിർത്തി നമ്മൾ സംസാരിപ്പിക്കുന്നില്ല. അവിടെ ഹോട്ട് സീറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടിരിക്കാം. വിടുന്നതിന് മുമ്പായിട്ട് വാക്ക് തരൂ. ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് ഒരു മാജിക് എങ്കിലും ചെയ്യുമെന്ന് സത്യം ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കയറ്റുള്ളൂ. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ മജീഷ്യന്റെ മോളായിട്ട്. അപ്പൊ തെസ്നി ഖാൻ വാക്ക് തന്നിരിക്കുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് ഒരു മാജിക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാളവിക ഒരു ഗായികയാണെന്ന് കേട്ടു, ശരിയല്ലേ? അങ്ങനെ കേട്ടോ? ഞാൻ കേട്ടിട്ടില്ല. അത് സാരമില്ല, സത്യം ചെയ്യണം. ഈ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരു 2 വരി പാട്ടെങ്കിലും പാടിത്തരും ഇല്ലേ? യെസ്, ഓക്കേ. ഒരു മടിയും കൂടാതെ ഒരാളടുത്ത് മാജിക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് മാജിക് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ മാളവിക പാട്ട് പാടാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി സന്തോഷത്തോടെ ഇവരെ ഹോട്ട് സീറ്റിലേക്ക് വിടാം. വരും. മൂന്നാറിന് പോയത് പോട്ടെ, അപ്പം ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടെന്നേ. അയാളുടെ ഭാര്യയായിട്ട് പോയി ഫോട്ടോ എടുത്തു, ഫേസ്ബുക്കിൽ ഇട്ടു. അത് ചേട്ടൻ എന്താ തല്ലേ? അവന്റെ ഭാര്യയായിട്ടല്ലടാ അവൻ പോയത്. പിന്നെ എന്റെ ഭാര്യയായിട്ടാണ് അവൻ പോയത്. അവനെ കൊല്ലണം ചേട്ടാ, കൊല്ലും ഞാൻ അവനെ, കൊല്ലും. ചേട്ടൻ ഇങ്ങനെ ആൾക്കാരെയൊക്കെ തല്ലിയ ഭാര്യ ചോദിക്കൂല ചേട്ടാ? ഇല്ല. അതെന്താ? ഭാര്യ എന്നെ തല്ലുമ്പോ നാട്ടുകാരും ചോദിക്കാറില്ല. ना तकरीर से ना तकरार से फतेह मिलती है तो सिर्फ यलगार से। तुम्हारा नारा तकबीर। കലേഷേട്ടാ, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഹോട്ട് സീറ്റിലെത്തി. നമ്മുടെ ഓഡിയൻസ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഏതാണ് പെർഫോമൻസ്? ഞെട്ടിക്കണം തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഒരു ടങ് ട്വിസ്റ്റർ. ഓക്കേ. ട്രിക്സ്റ്റർ ട്വിസ്റ്റർ. ഓക്കേ. ട്രിക്സ്റ്റർ ട്വിസ്റ്റർ. ട്രിക്ക് ചെയ്യുന്ന ആളെന്നാണ് ട്രിസ്റ്റർ. ട്രിക്സ്റ്റർ. ഓക്കേ. ട്വിസ്റ്റർ. എനിക്കാണോ ചാലഞ്ച്? ചേർത്ത് പറ. ട്രിക്സ്റ്റർ ട്വിസ്റ്റർ, ട്രിക്സ്റ്റർ ട്വിസ്റ്റർ, ട്രിക്സ്റ്റർ ട്വിസ്റ്റർ, ട്രിക്സ്റ്റർ ട്വിസ്റ്റർ. പോരെ?
നീ ഭയങ്കര മിടുക്കിയാണല്ലോ. ഞാൻ 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് പറയാൻ തന്നെ പഠിച്ചത്. ട്രിക്സ്റ്റർ ട്വിസ്റ്റർ എന്ന് 4 മണിക്കൂർ ഞാനിതിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. പറയാൻ കലേശയുടെ 4 മണിക്കൂർ എടുത്തെങ്കിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്ന ആ വ്യക്തി അപ്പൊ എത്ര നാൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും? അതാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ബലൂൺ ആക്ട് ആണ്. നമ്മൾ സാധാരണ കണ്ട ബലൂൺ ആക്ട് പോലെയല്ല, ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബലൂൺ ആക്ട് ആണ്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മജീഷ്യൻ രാജേന്ദ്രൻ. This is Grand Magical Circus powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu.
வணக்கம் சார். வணக்கம் சார். ரொம்ப பிரமாதமான ஆக்ட். ரொம்ப நன்றி சார். சார் எத்தனை வருஷமா நீங்க இது பிராக்டிஸ் பண்ணிருக்கீங்க? நான் 10 இயர்ஸாக இருக்கேன் சார். பலூன் ஸ்கல்ப்டிங் அப்படிங்கிற ஒரு ஃபீல்டில் வந்து 10 இயர்ஸாக இருக்கேன். ஓகே. 2012 இருந்து பார்த்தீங்க அப்படின்னா நான் பெர்ஃபார்ம் பண்ணிட்டு இருக்கேன் சார். ஓகே. 2012. ஓகே ஓகே. சார் இந்த கிஃப்ட்டுக்கு ரொம்ப தேங்க்ஸ். ரொம்ப சந்தோஷம். நான் தான் பெருமைப்படணும் உங்கள் கையில் இது இருக்கிறது. ഓ സർ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബലൂൺ വെച്ചിട്ട് ഒരു ത്രൂ ഔട്ട് ഒരു ആക്ട് കാണുന്നത്. സോ അതിനൊരു അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് താങ്ക്സ്. நானும் கண்டிப்பாக அமிர்தா டிவிக்கு ஒரு நன்றி சொல்லணும். இந்த வாய்ப்பை எனக்கு ஏற்படுத்தி கொடுத்தவர் உயர் திரு ராஜாமூர்த்தி அவர்கள். அவருக்கு நான் மனமார்ந்த நன்றியை தெரிவித்துக் கொள்கிறேன் இந்த நேரத்தில். എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയല്ലേ? നമ്മുടെ ഓഡിയൻസിന് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. അവര് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സാർ ഇങ്ങ രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റ് ഇருக்கு നമ്മ കൂടെ. അവര് ഒരുപാട് അല്ലേ മാളവികയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. തെസ്നി ചേച്ചിയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചേച്ചി എന്താണ് പറയാനുള്ളത്? ரொம்ப நன்னா இருக்கு சார். ரொம்ப சந்தோஷம். ഈ ബലൂൺ മോഡലിംഗ് ഒരു കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ നന്നായിട്ടുണ്ട്. മാജിക്കിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷനാണ്. നമ്മളത് എങ്ങനെ അവതരിപ്പിക്കുന്നു അതാണ്. മാജിക് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും, പക്ഷെ അത് ഓഡിയൻസിൻ്റെ അടുത്ത് അവതരണമാണ് ഏറ്റവും നമ്മളെ കയ്യിലെടുക്കുന്നത്. സാർ നന്നായിരിക്കും ചെയ്തിരിക്കും. வாழ்த்துக்களுக்கு மனமார்ந்த நன்றி. താങ്ക് യു. മാളവിക. വണക്കം സാർ. വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ബലൂൺ വെച്ചിട്ട് പല രീതിയിലും കണ്ടു, പക്ഷേ ഇതേപോലൊരു എൻ്റർടൈനിങ് ആക്ട് വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ബിക്കോസ് ഹൗ യു പ്രസൻറ്റഡ് അതാണ് ലൈക്ക് ഹൈലൈറ്റ് ഓഫ് ദ ഷോ. ഐ റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ ദ സ്വീറ്റ് ഗിഫ്റ്റ്. താങ്ക്സ് അ ലോട്ട്. രാജേന്ദ്രൻ സാറിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് ആദ്യം വന്നിട്ട് എപ്പോഴും ഒരു ആക്ടർ ബാക്ക് സൈഡ് തിരിയാൻ പാടില്ല എന്നാണ് നമ്മൾ സാധാരണ ഈ ഡ്രാമയിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ രാജേന്ദ്രൻ സാറ് വന്നിട്ട് നേരെ ബാക്ക് തിരിഞ്ഞ് നിന്നിട്ട് ബാക്കിൽ കാണാതെയാണ് ആദ്യത്തെ ഡോളിനെ ഉണ്ടാക്കി, ആദ്യത്തെ പെറ്റിനെ ഉണ്ടാക്കിയത് കാണാതെയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് അതാണ് വലിയ അത്ഭുതം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്താ 2 കൈയിലും 2 ബലൂൺ എടുത്തിട്ട് 2 കൈ കൊണ്ടും തിരിച്ച് ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണുമായിരുന്നു. ഇത്രയും ബലൂൺ മോഡലിംഗ് ഇത്രയും എൻ്റർടൈനിങ് ആക്കി ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഉங்களுக்குள்ள ഒരു ആക്ടർ இருக்கு. சந்தோஷம். சான்ஸ் கிடைச்சா சொல்லுங்க. ஓகே கண்டிப்பா சார் நம்ம செட் எப்படி இருக்கு? ரொம்ப அருமையா இருக்குங்க மேடம். ரொம்ப அருமையா இருக்கு. ஓகே சார் கண்டிப்பா இங்க திரும்பி வரணும். கண்டிப்பா வருவேன். சார் நீங்க மெஜிஷியன்? மெஜிஷியன் சார். நான் மெஜிஷியனா வந்து பாத்தீங்கன்னா 25 இயர்ஸ் ஆகுதுங்க சார். ஓ வண்டர்ஃபுல். அப்ப மேஜிக்கும்? ஆமா 98ல ஃபர்ஸ்ட் ஸ்டேஜ் ஏறின மேஜிக். ஓகே 98. ஓகே ஓகே. அப்போ இது கிராண்ட் மேஜிக்கல் சர்க்கஸ். அப்போ மேஜிக் ആണ് முக்கியம். கண்டிப்பா முயற்சி பண்றேன். அடிக்கடியா இங்க வந்து கண்டிப்பா வந்து என்னுடைய பிரசன்டேஷன் உங்களுக்கு கொடுக்கிறேன். ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ചേർന്ന് രാജേന്ദ്രൻ സാറിന് ഒരു വലിയ കൈയടി. ഇത് ഗ്രാൻഡ് മാജിക്കൽ. താങ്ക് യു. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ശരിക്കും ഞാൻ കുണ്ടയാ ഞാൻ പറഞ്ഞൊക്കെ. ഞാൻ ഇവിടെ എന്താ ഏട്ടാ ഒരു മുഴ, നല്ല മുഴ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ അല്ലേ? അത് നമ്മുടെ കൊച്ചു മൂത്രം ഒഴിച്ചതാണേ. മൂത്രം ഒഴിച്ച മുഴ വരും. അവന് മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. മതി നിർത്ത്. ഇതിന് മാത്രം അങ്ങ് കൈയടിക്കാൻ വല്ല കോമഡിയും പറഞ്ഞവിടെ? നീ ആരെയൊക്കെ അറിയും? എന്താ നിന്റെ പേര്? അങ്ങനെ വഴിയെ വരുന്നവരും പോകുന്നവരും ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാനുള്ളതല്ല എൻ്റെ പേര്. ആലക്കോട് കാലിലെന്ത് പറ്റി? കാലിലെന്ത് പറ്റി? ഇതൊരു പ്രതിജ്ഞ എടുത്തതാ. കാലുകൊണ്ടാണോ പ്രതിജ്ഞ എടുത്തത്? അല്ലെന്ന്, ഞാൻ പേര് കേട്ട ഒരു ഗുണ്ടയാ. അറിയാവോ? നിനക്കറിയോടാ? അറിയോടാ? ഇല്ല. എനിക്കെതിരായിട്ട് ഒരുത്തൻ സാക്ഷി പറഞ്ഞു. എനിക്കെതിരായിട്ട് ഇന്നവരെ ഒരുത്തിനും സാക്ഷി പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ സാക്ഷി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലതങ്ങ് കൊണ്ടു. ഞാനങ്ങ് സത്യപ്രതിജ്ഞ ചെയ്തു. അവൻ്റെ കുടലമാല പുറത്തെടുക്കാതെ ഞാൻ ഇനി ചെരുപ്പിടില്ലാന്ന് പറഞ്ഞ ഒറ്റ ഏറാ. അവൻ അന്ന് വൈകുന്നേരം ഗൾഫിലേക്ക് പോയി.
5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. ഇന്ന് അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനെ കുത്തി അവനെ പോട്ടി ഞാൻ പുറത്തെടുക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ചേട്ടാ ഇത് മഹേഷിന്റെ പ്രതികാര സിനിമയല്ലേ? മഹേഷിന്റെ പ്രതികാരമല്ല, എന്റെ പ്രതികാരം അമ്മാരെ അടിച്ചു മാറ്റിയതാ. അത് ഞാൻ കൊടുത്തോളാം, അത് വേറെ കാര്യം. ഇതെന്താ ഈ വെച്ചേട്ടെന്താ? വെച്ച് കേട്ടോ, ഞാൻ ചെരുപ്പിടാതെയാണല്ലോ നടക്കണേ. നമ്മളൊന്നാമത് കൊട്ടേഷൻ ടീമിൽ നേർവഴിക്ക് നടക്കാറില്ല, ഇടവഴിക്ക് കയറി നടക്കാറുണ്ട്. ഈ കേരളത്തിൽ ഇനിയും മാത്രം കുപ്പച്ചിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞു. ചിരിക്കണേ നീ. ചേട്ടന്റെ പേരെന്താ? അല്ല എന്താ ചേച്ചേ? ചേട്ടന്റെ പേരെന്താ? അതല്ല, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. അല്ലല്ല, കേരളത്തെയൊക്കെ കിടുകിട വിറപ്പിക്കുന്ന ഗുണ്ടയല്ലേ, ഒരു പേരുണ്ടാവും. എനിക്ക് അങ്ങനെ പേരിലും പ്രശസ്തിയിലൊന്നും വലിയ താല്പര്യമില്ല. പോലീസിന്റെ അടുത്തൊന്നും പറയാൻ പോകുന്നില്ല. ചേട്ടൻ ധൈര്യമായിട്ട് പറഞ്ഞോ. നിങ്ങൾക്ക് താല്പര്യമില്ല ഇദ്ദേഹത്തിന്റെ പേരറിയാനായിട്ട്? നിങ്ങൾക്ക് അങ്ങനെ പേരറിയണ നമ്മൾ പേര് കേട്ട ഗുണ്ട എല്ലായിടത്തും വരുന്നു, ഇടിയുണ്ടാക്കുന്നു, വിജയശ്രീ ലാളിതന്റെ കൂടെ തിരിച്ചു, അത്രയും പോരെ? പരിചയപ്പെടുത്തു. ഇത് ആര് വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളുടെ പേര് പറയണമല്ലോ. അപ്പൊ ചേട്ടന്റെ പേര് ഒന്ന് പറഞ്ഞേക്ക്. വലിയ ഗുണ്ടയൊക്കെ ആണല്ലോ, പേര് പറയും. നിങ്ങൾ ആരുടെ പറയാതിരിക്കാവോ? ഇല്ല, ആരുടെ പറയൂല. പോലീസിന്റെ അടുത്തൊന്നും നമ്മൾ പറയില്ല. ഇല്ലല്ലേ? പോലീസിനോട് പറഞ്ഞാലും വേണം, സമൂഹത്തിൽ പറഞ്ഞു നടക്കരുത്. ഇല്ല ഇല്ല, വലിയ ഗുണ്ടയല്ലേ ചേട്ടൻ. പേരില്ല വത്സല. ചിരിക്കല്ലേ? ഞാൻ ഗുണ്ടാന്ന് ഓർക്കൂലോ, ഞാൻ കറിയും കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറയില്ല. എന്നിട്ട് നിങ്ങൾ ഇത് പെണ്ണുങ്ങളുടെ പേരല്ലേ? അതങ്ങനെ പറ്റിപ്പോയത്. എന്താ സംഭവം? ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുത്തച്ഛനെ മഴിനോട്ടക്കാരനായിരുന്നു. പുള്ളി അമ്മ അങ്ങനെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ മഷി നോക്കിയിട്ട് പറഞ്ഞു, ഇത് പെങ്കൊച്ച, അതുകൊണ്ട് ഇപ്പൊ തന്നെ പേരം കേട്ടാക്കാം വത്സലാന്ന്. പുള്ളി മഷി നോക്കുന്ന സമയത്ത് ഈ കൊച്ചു കമന്ന് കിടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞൊക്കെ ഞാൻ ഇവിടെ എന്താ ഏട്ടാ ഒരു മുഴ, നല്ല മുഴ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഇവിടെയല്ലേ? ആ, അത് നമ്മുടെ കൊച്ചു മൂത്രം ഒഴിച്ചതാണേ. മൂത്രം ഒഴിച്ച മുഴ വരും. അവന് മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു. അല്ല, സത്യം പറ, ഇങ്ങോട്ടൊരുത്തൻ വന്നായിരുന്നു എന്നെ പേടിച്ച്. സത്യം പറയണം, ഇല്ലെങ്കിൽ കണ്ണ് പൊട്ടി തെറിക്കും. ഞാൻ കണ്ണ് ഞാൻ ചൂടിനെടുക്കും. ചേട്ടാ ഒരു ഗൾഫിൽ നിന്ന് വന്ന ആളല്ലേ? ഗൾഫിന്ന് വന്നവൻ തന്നെ. അല്ല, അയാൾ എന്തിനാ ചേട്ടനെതിരെ സാക്ഷി പറഞ്ഞേ? അവനെ ഞാൻ വേറൊരുത്തനെ തല്ലി. എന്തിനാ തല്ലിയെന്നോ? അതല്ല കോമഡി. ഭാര്യയായിട്ട് മൂന്നാറിന് പോയി. മൂന്നാറിന് പോയത് പോട്ടെ, ആ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടെന്നേ. അയാളുടെ ഭാര്യയായിട്ട് പോയി, ഫോട്ടോ എടുത്തു, ഫേസ്ബുക്കിൽ ഇട്ടു. അതിന് ചേട്ടൻ എന്താ തല്ലുന്നേ? അവന്റെ ഭാര്യയായിട്ടല്ലാണ് അവൻ പോയത്. പിന്നെ എന്റെ ഭാര്യയായിട്ടാണ് അവൻ പോയത്. അവനെ കൊല്ലണം ചേട്ടാ, കൊല്ലും ഞാൻ അവനെ, കൊല്ലും. ചേട്ടൻ ഇങ്ങനെ ആൾക്കാരെയൊക്കെ തല്ലിയ ഭാര്യ ചോദിക്കൂല ചേട്ടാ? ഇല്ല. അതെന്താ? ഭാര്യ എന്നെ തല്ലുമ്പോ നാട്ടുകാരും ചോദിക്കാറില്ല. ചേട്ടനൊരു ഗുണ്ടയൊക്കെ അല്ലേ? അപ്പൊ ഈ അഭ്യാസങ്ങളൊക്കെ അറിയോ? പിന്നെ ഗുണ്ടകളായി കഴിഞ്ഞാൽ അഭ്യാസം അറിഞ്ഞിരിക്കണം. ഒരു തികഞ്ഞ അഭ്യാസിക്ക് ഗുണ്ടയാകാൻ പറ്റൂ. അതെ, കളരി, കരാട്ടെ, കുംഫു, ഇതെല്ലാം എന്റെ മേളിൽ ഇനി ഇങ്ങനെ ഒരാളില്ല കേരളത്തില്. അപ്പൊ കഴിഞ്ഞ ദിവസം ചേട്ടൻ 2 കൈയും പ്ലാസ്റ്റർ ഇട്ടും കുഞ്ഞുകുഞ്ഞെ പോലെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്നല്ലോ, അതെന്താ? ചൂടുകട്ടൊക്കെ മറ്റേ എറിഞ്ഞു കഴിഞ്ഞാൽ കരാട്ടം കളരി എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ തടുക്കുമ്പോൾ ഇവിടെ നിന്ന് അടിയായിരുന്നു. ഒരു ബോധം ഉണ്ടായില്ല. ബോധം തന്നെ. ചേട്ടന് ആദ്യ ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ പിണങ്ങിപ്പോയെന്ന് കേട്ടല്ലോ. അതെ, ഗുണ്ടയും തമ്മിൽ വ്യത്യാസമാടാ. അത് ദാമ്പത്യ ജീവിതം അല്ലേ? അവിടെ അത് ഈ സംഭവം കേൾക്കില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആദ്യരാത്രിയിൽ കുളിച്ച് കുട്ടപ്പനായിട്ട് മുല്ലപ്പൂവൊക്കെ ഇവിടെ വിതറിയിട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. ജീവിതത്തിൽ ഞാൻ കൈ നിറച്ച് മോതിരം ഇട്ടിട്ടില്ല. വരവിന്റെ മോതിരമാണെന്ന് കൂടുതൽ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ വാതിലും തുറന്ന് കയറി വന്നു. പാലൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ അപ്പം തന്നെ ചിയേഴ്സ് എന്ന് പറയുകയും ചെയ്തു. നമുക്ക് ഈ സമയത്ത് പാല് കുടിച്ചാണ് പരിചയം. അതെ, നമ്മൾ വേറെ സംഭവമാണ്. ആ പാല് എന്നെ തന്നിട്ട് അവളെ എന്നോട് പറയാ, ചേട്ടാ ഒന്നും വിചാരിക്കരുത്, എനിക്ക് ചേട്ടനെ ഭർത്താവിനെ പോലെ കാണാൻ പറ്റില്ല, ഒരു ആങ്ങളേനെ പോലെ കാണാൻ പറ്റുള്ളൂ. അവൾക്ക് വേറൊരു അവിഹിത ബന്ധമുണ്ടെന്ന്. ഞാൻ പിറ്റേ ദിവസം തന്നെ അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അന്ന് തന്നെ പറഞ്ഞു വിട്ടുകൂടായിരുന്നു ചേട്ടാ? പിന്നെ പന്തല് കാശെങ്കിലും മുതലാക്കണ്ടേ? നേരം വെളുത്ത് എഴുന്നേറ്റ് അവളെ കൊണ്ട് ഫുൾ പന്തൽ ഒഴിപ്പിച്ച് ലോറിക്കകത്ത് ആ സാധനം കയറ്റി വിട്ടതിന് ശേഷം എനിക്ക് സമാധാനമായത്. അത് മനസ്സിലായി. നീ എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ല ചേട്ടാ. ആണോ? ചേട്ടാ ഈ കൊട്ടേഷനൊക്കെ എടുക്കാറുണ്ട്? എന്റെ പണി അതല്ലേ മോനെ, നീ എന്താ പ്രത്യേകിച്ച്? എത്രയൊക്കെ കാശ് മേടിക്കും? അത് കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലി ആണെങ്കിൽ 50,000, കട്ടപ്പയാണെങ്കിൽ 25,000. ബാഹുബലി ആണെങ്കിൽ നേരിട്ടടിക്കും, കട്ടപ്പയാണെങ്കിൽ പുറയുന്നു. ചേട്ടാ ഇത് വളരെ മാന്യമായിട്ട് നടത്തുന്ന ഒരു ഷോ ആണ്. ദയവേത് ഇവിടെ കയറി
വളരെ മാന്യമായിട്ട് നടത്തുന്ന ഒരു ഷോ ആണ്. ദയവേത് ഇവിടെ കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാൻ മാന്യത വിട്ട് ഒന്നും ചെയ്യില്ല. ഞാൻ മാന്യമായിട്ട് അവനെ ചെന്ന് കാണുന്നു, മാന്യമായിട്ട് അവന്റെ കുത്തി കുടല് പുറത്തെടുക്കുന്നു, മാന്യമായിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. ഇത്ര മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ, നടക്കട്ടെ കേട്ടോ. കുടല് പുറത്തെടുത്തിട്ട് ഞാൻ വിളിക്കാം കാണാൻ. എടാ ഓക്കെ വേണടാ. എന്താണ് തുടങ്ങാൻ പോവാ? തുടങ്ങാണ്. ना तकरीर से ना तकरार से फतेह मिलती है तो सिर्फ यलगार से। तो बोलो नारे तकबीर। നീ സാക്ഷി പറയോടാ, നീ സാക്ഷി പറയോടാ. നീ സാക്ഷിയോ? സാക്ഷി ഗുണ്ടേനെ തിരുത്തുന്നോ? തല്ലല്ലേ വത്സലെ, എന്നെ തല്ലല്ലേ വത്സലെ, പ്ലീസ് എന്നെ തല്ലല്ലേ. തല്ലല്ല വലസേന്ന് പറഞ്ഞ നീ കറിഞ്ഞ നാട്ടുകാർ വിചാരിക്കില്ല നമ്മൾ ഭാര്യയും ഭർത്താവുന്ന്. എന്താണ് നിന്റെ ഭാവം? ഭാര്യയുടെ മുമ്പിൽ ശൃംഗാരം, ബ്ലേഡുകാരുടെ മുമ്പിൽ ശാന്തം, തന്റെ മുമ്പിൽ ഭയാനം. This is Grand Magical Circus. Powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. അടുത്തതായി ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്നത് ബ്രദേഴ്സ് ആണ്. യെസ്, ഡൽഹിയിൽ നിന്ന് വന്ന ബ്രദേഴ്സ് ആണ്. അതെ, ഡൽഹിയിൽ നിന്ന് വന്ന ബ്രദേഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നു? ബാലൻസിംഗ് ആക്ട്. ബാലൻസ് ചെയ്യുന്നു. യെസ്. അപ്പൊ ബാലൻസ് ഇല്ലാത്ത ബ്രദേഴ്സ് ആണോ വരുന്നത്? ബാലൻസ് ഉണ്ട്, പക്ഷെ കൂടുതൽ ബാലൻസിംഗ് കാണിക്കാനാണ് ബാലൻസിംഗ് ആക്ട്. നമ്മളെക്കാളും ബാലൻസ് ഉണ്ട് എന്നർത്ഥം. യെസ്. അപ്പൊ നമ്മളെക്കാളും ബാലൻസ് ഉള്ള 2 പേർ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. Sachin and Raju. Welcome Sachin and Raju. This is Grand Magical Circus powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. तुझे
രാജു, it was unbelievable. I mean, ഇവർക്ക് ഗ്രാവിറ്റി ഒന്നും ബാധകമാണെന്ന് തോന്നണില്ല. അങ്ങനെയായിരുന്നു. आप लोग कैसे किया? I mean that final position. The head wala. Yeah. जी हमने इसकी बहुत प्रैक्टिस करी है, हम करीबन 4 साल से कर रहे हैं. हाँ 4 साल से. It's not easy. आप लोगों का हाथ काफी स्ट्रॉन्ग है. So आप लोग कब शुरू किया प्रैक्टिस? प्रैक्टिस करीबन हमने 5 साल से हम प्रैक्टिस कर रहे हैं इस चीज की. 5 വർഷമായിട്ടുള്ള പ്രാക്ടീസ് ആണ്. അതാണ് ഇന്ന് വരെ നമ്മുടെ വേദിയിൽ പെർഫോം ചെയ്തത്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഇങ്ങനെ ആകെ ഷോക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ലൈക്ക് ഫസ്റ്റ് പെർഫോമൻസ് തന്നെ ശരിക്കും ഞെട്ടിച്ചു. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. കീപ് ഇറ്റ്. താങ്ക്യൂ. വളരെ നന്നായിരുന്നു. കാരണം ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് അവർ ചെയ്തത്. സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു നൂലൊക്കെ മുകളിലേക്ക് പോണത് കാണാം, അടിയിലൊരു വല കാണാം. ഒന്നുമില്ല. അതെ, ഒറ്റ ടേക്ക് കൊണ്ടാണ് ഇവരിത് ചെയ്തത്. അതും യാതൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെയാണ് ചെയ്തത്. എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. നോ വേർഡ്സ്. आपने ये परफॉर्मेंस किसको समर्पित किया? मैंने ये परफॉर्मेंस अपने देश को समर्पित किया है और अपने जो हमारे बॉर्डर पे हमारे सिपाही हमारे देश की रक्षा कर रहे हैं, मैंने उनको डेडिकेट किया है अपना सॉन्ग. നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പെർഫോമൻസ് ഇവരിവിടെ സമർപ്പിച്ചത്. ആ ഒരു മിഷനും കൂടി വേണ്ടിയിട്ട് അവസാനമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എണീറ്റ് നിന്നൊരു വലിയ കയ്യടിയോടുകൂടി അവസാനിപ്പിക്കാം. താങ്ക് യു. So this is Grand Magic and Circus powered by Kandam Kulati Kunguma Chandanadi, Fairness Oil and Amrita Bindu. ഇങ്ങനെടാ ആമിനത്താത്തേനെ എടുക്കുവാണോ? മലയാളത്തിൽ കറിയടാ. നീ സാക്ഷി പറയൂടാ. സാക്ഷി പറയൂടാ. നീ സാക്ഷിയോ? സാക്ഷി ഗുണ്ടേനെ തിരുത്തുന്നോ? തല്ലല്ലേ വത്സലെ, എന്നെ തല്ലല്ലേ വത്സലെ, പ്ലീസ് എന്നെ തല്ലല്ലേ. തല്ലല്ലേ വത്സലെ എന്ന് പറഞ്ഞാൽ നീ കഴിഞ്ഞ നാട്ടുകാർ വിചാരിക്കില്ലേ നമ്മൾ ഭാര്യയും ഭർത്താവുമെന്ന്. എന്താണ് നിന്റെ ഭാവം? ഭാര്യയുടെ മുമ്പിൽ ശൃംഗാരം, ബ്ലേഡുകാരുടെ മുമ്പിൽ ശാന്തം, തന്റെ മുമ്പിൽ ഭയാനകം. നിന്റെ കലാമണ്ഡലം നോക്കി തന്നാണല്ലോ സകല നവരസം നിന്റെ പുറത്തു. നിങ്ങളായാലും തല്ലിയത് ശരിയായില്ല. ശരിയായില്ലേ? ശരിയായോ? ഇതല്ല പറഞ്ഞത്, ഇങ്ങനെ തല്ലി കഴിഞ്ഞാൽ ജയിലിൽ പോകുന്നു. ഹലോ മിസ്റ്റർ, ഈ ജയിൽ എന്ന് പറയുന്നത് എന്റെ അമ്മായിമ്മ വീട് പോലെയാ. അമ്മായിമ്മ വീട്ടിൽ ചെന്നാലും ഇടി, ജയിലിൽ ചെന്നാലും ഇടി. എനിക്കിത് രണ്ടും ഒരുപോലെയാ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കട്ടെ. ഇനി മേലിനങ്ങാനും എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മേടിക്കും. മനസ്സിലായോടാ? അതിന് പുള്ളി ഒരാളല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ ഇടയ്ക്ക് കയറുമെന്ന് വരുമെന്ന് എനിക്കറിയാം. നിന്നെ കൂടെ ചേർത്ത രണ്ടെന്ന് പറഞ്ഞ കേട്ടോ. വത്സലെ എന്നോട് ക്ഷമിക്കും വത്സലെ. ഞാൻ ഇനി ഒരു പരിപാടിക്കും വല്ല ഒരു സാക്ഷ്യം പറയില്ല വത്സലെ, പ്ലീസ് എന്നോട് ക്ഷമിക്കും. നീ ഇത്ര താണ് കേണ അപേക്ഷിച്ച് എന്നോട് പറഞ്ഞതുകൊണ്ട് നിനക്കൊരു ഇളവങ്ങ് തരുക. നിന്നെ എവിടെ നിന്ന് തല്ലി തുടങ്ങണമെന്ന് നീ തീരുമാനിച്ചോ. പറയടാ, എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം നെറ്റീന്ന്, അത് കഴിഞ്ഞ് കവളത്ത്, അതും ചുണ്ടത്ത്. എനിക്ക് വത്സലാന്ന് പറഞ്ഞൊരു കാമുക ഉണ്ടായിരുന്നു, അവളാന്ന് ഓർത്ത് പോയി, അതുകൊണ്ട് പറ്റിപ്പോയതാ. ആണല്ലേ? നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ ജയിലിൽ പോയിട്ട് എന്റെ ഭാര്യ മക്കളും എങ്ങനെ ജീവിച്ചെന്ന് നിനക്കറിയാമോ? അറിയാം. നിനക്കറിയാമോ? നിന്നെ ഞാൻ തപ്പി നടക്കുവാ. ഇങ്ങനെ ഗുസ്തിക്കുള്ള ഫ്ലോർ അല്ല ചേട്ടാ. നിങ്ങൾ ഇങ്ങനെ തല്ലിയാലേ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. തല കൊണ്ട് കരിക്കടിച്ചു പൊട്ടിക്കുന്ന, കൈ കൊണ്ട് തേങ്ങ അടിച്ചു പൊട്ടിക്കുന്ന, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. വീട്ടിൽ നിന്ന് വാക്കത്തി മേടിക്കാനുള്ള കാശില്ലാത്തതാണ്. അതല്ല, അഭ്യാസികളായിട്ട് അഭ്യാസികളാ. അവനൊക്കെ വരട്ടെ. താരാസിംഗിനെ പോലെ ഇരിക്കാ എല്ലാരും. ജിമ്മന്മാരാ. ആണോ? ഇയാളെ ഇട്ട് ഇങ്ങനെ തല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവര് കയറി വന്നിട്ട് ചേട്ടനെ ഇടിക്കും. എങ്ങനെ? ആ ജിമ്മന്മാരില്ലേ, അവരെല്ലാരും കൂടെ വന്നിട്ട് ചേട്ടനെ ഇടിക്കും. എന്നെ അവന്മാര് ഇടിക്കുന്നു. അതിന് ഞാനിവിടെ നിന്നിട്ട് വേണ്ടടാ. അല്ല, ചേട്ടൻ പോകുന്നില്ലേ? ചേട്ടൻ പോകുന്നില്ലേ? അല്ല, അവനെ പോലെ രണ്ടുപേർക്കെതിരെ ഞാൻ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെ അന്വേഷിച്ച് വന്നാലോ? അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കണല്ലേ? അല്ലേ? ശരിയാ, ജിമ്മന്മാരെ വിളിക്കട്ടെ. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ആവേണ്ടി വരും. എനിക്ക് ചൂടായത് കുറച്ച് ഓവറായോ? ഓഡിയൻസ് പേടിച്ചോ? ഇല്ല, ചേട്ടൻ എന്ത് ചെയ്താലും ഓവറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ബാലൻസിങ് ആക്ടും പിന്നെ ബലൂൺ ആക്ടും എന്താ പറയാ, കോമഡിയും ഡാൻസും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല.
അപ്പോൾ ഇനി നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാനുള്ള സമയമാണ്. പാട്ട് പാടാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മാജിക് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് എന്ത് ചെയ്യാൻ പോകുന്നു ചോദിച്ചു നോക്കാം. വരൂ. മാളവികയുടെ പാട്ടാണോ തെസ്നിക്കാന്റെ മാജിക് ആണോ? മാജിക് അല്ല, പാട്ട്. അപ്പൊ ചേച്ചി അടുത്ത എപ്പിസോഡിൽ ആയിക്കോട്ടെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഉറപ്പായിട്ടും. തന്നന്നം താനന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. This is Grand Magical Circus. Powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. Good night. Woo! ഞാൻ വീട്ടിൽ ചെന്നു. ലാലേട്ടൻ കാരണം വീട്ടിൽ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ ഉമ്മർത്തിരുന്ന ലാലേട്ടൻ ചാടിയൊക്കെ എണ്ണീച്ചു. എണ്ണീച്ചിട്ട് പട്ടി അടിച്ചു വിട്ടിട്ട് കയറിയൊക്കെ പോയി.